ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യൻ ആദ്യം അന്വേഷിക്കുന്നത് ഒരു ഉത്തരമല്ല, ഒരു ആശ്വാസമാണ്. അനുഭവങ്ങളിലൂടെ തെളിഞ്ഞ വാക്കുകൾ, തകർച്ചകളിലൂടെ രൂപപ്പെട്ട ദൈവബോധം, മനസ്സുകളുടെ വേദന കേൾക്കാൻ തയ്യാറായ ഒരു ഹൃദയം, അതാണ് യഥാർത്ഥ പാസ്റ്ററൽ സേവനം. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ സൗത്ത് കേരള ഡയസിസിലെ പ്രസ്ബിറ്ററായ റവറൻഡ് ഡോക്ടർ LV ബിപിൻ ലാൽ പ്രായോഗിക ദൈവശാസ്ത്രത്തിന്റെ അധ്യാപകനായി കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയിൽ സേവനം അനുഷ്ഠിക്കുന്നു. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എഴുതപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ, കൗൺസിലിംഗ് രംഗത്തെ ആഴമുള്ള ഇടപെടലുകൾ, പ്രതിസന്ധി നേരിടുന്ന മനസ്സുകളിലേക്ക് ദൈവിക ആശ്വാസം എത്തിക്കുന്ന ആത്മാർത്ഥ ശ്രമങ്ങൾ. പാസ്റ്ററൽ കൗൺസിലിംഗ് ഒരു വിഷയം മാത്രമല്ല, അത് ഒരു ദൗത്യം, ഒരു വിളി, ഒരു ഉത്തരവാദിത്വവുമാണ്. ആശ്വാസത്തിന്റെ ഭാഷ സംസാരിക്കുന്ന ഒരു ശുശ്രൂഷകന്റെ ആത്മീയ യാത്രയുടെ രേഖകൾ. ഇതാണ് ഇന്നത്തെ ആത്മീയ രേഖയിൽ നാം സാക്ഷ്യം വഹിക്കുന്നത്. എൻ്റെ പേര് ബിപിൻ ലാൽ. ഞാൻ സൗത്ത് കേരള ഡയസിസിലെ CSI സൗത്ത് കേരള ഡയസിസിലെ ഒരു അച്ഛനാണ്. സ്വന്തം സ്ഥലം പുനലാലാണ്. മാതൃ ഇടവക പുനലാൽ CSI എന്നൊരു ഡിസ്ട്രിക്ട് ചർച്ചായിട്ട് CSIയിലെ ഡിസ്ട്രിക്ട് ചർച്ചായിട്ട് പ്രവർത്തിച്ചു വരുന്നു. മാതാപിതാക്കൾ, ഒരു സഹോദരൻ, വിവാഹിതനാണ്, ഭാര്യയും 2 മക്കളുമാണുള്ളത്. ചെറുപ്പത്തിലെ തന്നെ ഈ ശുശ്രൂഷയോടുള്ള ഒരു താല്പര്യമുണ്ടായി, ഒരു ദൈവവിളിയെക്കുറിച്ചും നിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായിട്ട് 5ാം ക്ലാസ് മുതൽ എടുത്തൊരു തീരുമാനമാണ് അച്ഛനായി തീരുക എന്നുള്ളത്. അതിൻ്റെ ഫലമായി പഠിക്കുവാനും തുടർന്ന് ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി പഠനത്തിലേർപ്പെട്ട് CSI സൗത്ത് കേരള ഡയസിസിലെ ഒരു പ്രൊഫഷനായിട്ട് വർക്ക് ചെയ്തു. ചെന്നൈ ഗുരുകുൽ ലൂതറൻ തിയോളജിക്കൽ കോളേജ് സെമിനാരിയിൽ അവിടെ നിന്ന് BD പഠനം പൂർത്തിയാക്കുകയുണ്ടായി. തുടർന്ന് ഓർഡിനേഷൻ 2007 ലഭ്യമാക്കിയിരുന്നു. അത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ, തുടർന്നുള്ള വർഷത്തിൽ ഞാൻ MDHന് പോകുന്നു. MDH എൻ്റെ സ്പെഷ്യലൈസേഷൻ കൗൺസിലിംഗ് ആണ്. വീണ്ടും 2 വർഷം കഴിഞ്ഞതിന് ശേഷം 2013-16 കാലഘട്ടങ്ങളിൽ ഞാൻ ഡോക്ടറേറ്റിന് ജോയിൻ ചെയ്യുകയും കൗൺസിലിങ്ങിൽ തന്നെ ഡോക്ടറേറ്റ് എടുക്കുകയും ചെയ്തുകൊണ്ടായി. ഇപ്പോൾ കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി കണ്ണമൂല ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം കോട്ടയത്തുള്ള FFRRCയിലെയും ഫാക്കൽറ്റിയായിട്ട് പ്രവർത്തിച്ചു വരുന്നു. BD സ്റ്റുഡൻസിനെയും MDH, DTH, DMIN ഇങ്ങനെ വിവിധ രീതിയിലുള്ള സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സെക്കുലർ മാർട്ടിൻ ലൂതർ യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡൻസിനെ PhD ഗൈഡായിട്ട് പ്രവർത്തിക്കാൻ, അവരുടെ PhDയിൽ സഹായിക്കുവാനും ഗൈഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരം ലഭ്യമായി അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവികമായുള്ള വിളിക്ക് ഒത്തവണ്ണം നിലനിന്നുകൊണ്ട് ഇതുവരെ പ്രവർത്തിപ്പാൻ സാധിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചില പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാൻ അവസരമുണ്ടായി. ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ശുശ്രൂഷ ചെയ്യുക എന്നതാണ് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ആഗ്രഹം. എൻ്റെ എഴുതുവാനുള്ള പ്രചോദനത്തെക്കുറിച്ച് ചോദിച്ചാൽ അതിനുള്ള മറുപടിയായിട്ട് ഇങ്ങനെ പറയേണ്ടി വരും. ചെറുപ്പത്തിൽ കൊച്ചു ലേഖനങ്ങളൊക്കെ എഴുതാൻ അവസരങ്ങൾ ലഭ്യമായി തീർന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരുന്നത് BD പഠനം കഴിഞ്ഞതിന് ശേഷമാണ്. ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി പഠനം കഴിഞ്ഞ് ആ സമയത്ത് നമ്മൾ അസൈൻമെൻറ്റുകളൊക്കെ എഴുതാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മഹായിടവയുടെ യൂത്ത് ബോർഡിന് വേണ്ടിയും സൺഡേ സ്കൂളിന് വേണ്ടി സൺഡേ സ്കൂളിൻ്റെ പാഠങ്ങൾ എടുത്ത് VBSന് വേണ്ടി ഇങ്ങനെ കൊച്ചു ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ, ഈ എഴുത്തുകളാണ് പിന്നത്തേതിൽ എഴുതുന്നതിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധ തിരിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. അത് ദൈവം നൽകുന്ന ആശയങ്ങളെ, വചനത്തിൽ നിന്നുള്ള ആശയങ്ങളെ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് എത്തിക്കുക, അതിലൂടെ പ്രോത്സാഹിപ്പിക്കുക, പ്രചോദിപ്പിക്കുക എന്നും നിലനിൽക്കുന്നതാണല്ലോ. സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി തീർന്നുകൊണ്ട് എഴുത്തുകാർ ഒരുമിച്ചിരുന്ന് വിവിധ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടതാണ്. അതിന്നും ദൈവശ്വാസീയമാണ്. അതിലൂടെ അനേകർക്ക് ആശ്വാസം ലഭ്യമായിത്തീരുന്നു, ദൈവ വെളിച്ചം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അതത് കാലത്ത് നൽകുന്ന ദൈവികമായുള്ള ദൂതുകളെ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റർപ്രിട്ടേഷൻ നൽകുന്നതിലേക്കും മറ്റുമൊക്കെയാണ് ഈ എഴുത്തുകളിലേക്ക് ഇറങ്ങിയത്. ആദ്യമായിട്ടൊക്കെ എഴുതിയത് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് ഈ പതറാത്ത യൗവനം എന്ന പേരിൽ നമ്മുടെ CSI സൗത്ത് കേരള ഡയസിസ് ഇറക്കിയ ഒരു യൂത്തിൻ്റെ ഒരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി എഴുതിയ ആർട്ടിക്കിളാണ് ദാനിയേലിൻ്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി. തുടർന്ന് വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ചില ആർട്ടിക്കിൾസൊക്കെ എഴുതാനുള്ള അവസരങ്ങളുണ്ടായി. പിന്നെ സൺഡേ സ്കൂളിൻ്റെ
വിവിധ ഗ്രേഡുകളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ എഴുതുന്നതിൽ, പ്രത്യേകിച്ചും ഫാമിലിയുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച്, പിന്നെ കുട്ടികൾക്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരുന്നത്. തുടർന്ന് ഡോക്ടറേറ്റ് പഠനം കഴിഞ്ഞ് പ്രധാനമായിട്ട് പബ്ലിക്കേഷനിലേക്ക് വരുന്നത് സെമിനാരിയിൽ വന്നതിന് ശേഷം ഒരു പ്രചോദനം ലഭ്യമായി തീർന്ന് പബ്ലിക്കേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എഴുത്തിലേക്ക് വരുന്ന സമയത്ത് എഴുതി തുടങ്ങിയപ്പോൾ ധാരാളം സംഘർഷങ്ങളുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ തന്നെ എഴുതുമ്പോൾ എന്തെഴുതണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ ആശയങ്ങളൊന്ന് വിപുലീകരിച്ച് കൊണ്ടുവരിക, വായനക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ എഴുതുന്നത് വീണ്ടും വീണ്ടും വായിച്ചു നോക്കിയിട്ട് അതിന് എനിക്ക് തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ എഴുത്തുകാരായിരിക്കുന്ന പലരുടെയും കൊടുത്തിട്ട് അവർ വായിച്ചു നോക്കിയിട്ട് അവരുടെ ഒരു അവലോകനം കൂടെ ഇന്ന രീതിയിലൂടെ പോയാൽ കൊള്ളാമായിരുന്നു, ഇന്ന ആശയം കൂടെ വന്നാൽ കൊള്ളാമായിരുന്നു എന്ന ഒരു ഗൈഡൻസ് കൂടെ ഇതിനകത്ത് എടുക്കാനായിട്ട് പറ്റി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എപ്പോഴും ഒരു സെൽഫ് ഇവാലുവേഷൻ നമുക്ക് ആവശ്യമാണ്. പിന്നെ കാലികമായിരിക്കണം. നമ്മൾ എഴുതുന്ന എഴുതിയാലും എന്തെഴുതിയാലും പ്രസിദ്ധീകരിക്കുന്നത് അതത് കാലഘട്ടത്തിനൊത്ത രീതിയിൽ റെലവൻ്റ് ആണോ എന്ന് നോക്കേണ്ടുന്നത് അത്യാവശ്യമായ കാര്യമാണ്. പ്രധാനമായിട്ടും ഈ പുസ്തകങ്ങൾ എഴുതിയ സമയത്ത്, ലേഖനങ്ങൾ എഴുതിയ സമയത്ത് എൻ്റെ മനസ്സിലൂടെ പോയത് വായിക്കുന്നവർക്ക് പ്രയോജനം ഉണ്ടാകണം, അവരുടെ ജീവിതത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. എൻ്റെ ജീവിതത്തെ, എൻ്റെ പ്രവർത്തനങ്ങളെ, എൻ്റെ ശുശ്രൂഷയൊക്കെ എവിടെയൊക്കെ ഈ വചനങ്ങളോ അല്ലെങ്കിൽ ഈ ആശയങ്ങളോ സ്പർശിച്ചിട്ടുണ്ടോ, അത് രൂപാന്തരത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ, അതാണ് എൻ്റെ പുസ്തകങ്ങളിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ ആദ്യം ഇറക്കിയ പുസ്തകം. ഇതൊരു എഡിറ്റഡ് ടെക്സ്റ്റാണ്, ഇതൊരു കമ്പൈൻഡ് എഡിക്ഷനാണ്. ഞാനും കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പലായിരിക്കുന്ന റവറൻഡ് പ്രൊഫസർ ഡോക്ടർ സി എ ഡേവിഡ് ജോയ്ച്ചനും കൂടി ചേർന്ന് ഒരുമിച്ച് ഇറക്കിയൊരു പുസ്തകമാണ്. ഇത് ഒരു 11 ലേഖനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് ഇറക്കിയ പുസ്തകമാണ്. ഇതിൻ്റെ പേര് വ്രണിത ലോകത്തിന് സൗഖ്യലേഖനം, സംഗതമായ സഭാ ശുശ്രൂഷ. കോവിഡ് കാലവും കോവിഡ് അനന്തര കാലഘട്ടത്തിലെയും ശുശ്രൂഷകളെക്കുറിച്ചും എങ്ങനെയൊക്കെ നമ്മളായിരിക്കണം. കോവിഡ് കാലത്ത് ജനം വളരെയധികം സംഘർഷങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ 21 കാലഘട്ടത്തിലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്, പബ്ലിഷ് ചെയ്ത് വരുന്നത്. നമ്മൾ അഭിമുഖീകരിച്ച വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായൊരു പഠനമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എഴുത്തുകാർ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ, കോവിഡ് കാലം എങ്ങനെയായിരുന്നു, അതോടൊപ്പം തന്നെ ആ മുറിവേറ്റ ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഒരു സൗഖ്യമായി തീരുന്ന പാസ്റ്ററൽ മിനിസ്ട്രി. നമ്മളെല്ലാം തന്നെ അടഞ്ഞിരിക്കുന്ന അവസ്ഥ ഇന്ന് കാണുന്നത് പോലെ ഒരു ന്യൂ നോർമലിലേക്ക് വരാൻ പറ്റുമോ എന്ന് പ്രതീക്ഷയില്ലാതിരിക്കുന്ന അവസ്ഥയാണ്. അത് ലോകം അവസാനിച്ചോ, പലരൊക്കെ മനസ്സോടെ പോയത് ഇങ്ങനെ ഇനി എങ്ങനെ ആരാധിക്കാൻ പോകാൻ പറ്റും, എനിക്ക് പഴയതുപോലെ പള്ളിയിൽ പോകാൻ പറ്റുമോ, ആരാധിക്കാൻ പറ്റുമോ, കൂട്ടായ്മ ആചരിക്കാൻ പറ്റുമോ, ലോകമെമ്പാടുമുള്ള മാനവരാശി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിടാതിരിക്കുന്നു. അവിടെ നമുക്ക് എങ്ങനെ ഒരു പാസ്റ്ററൽ കെയർ, പുരോഹിതൻ്റെ ഇടയപരിപാലന ശുശ്രൂഷ പകർന്നു കൊടുക്കാം, അതിനകത്ത് ആ ക്രൈസിസിനെ എങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. അതോടൊപ്പം തന്നെ കോവിഡ് അനന്തര കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, പ്രത്യാശ വിട്ട് കളയാതെ പ്രത്യാശയോടുകൂടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും ഈ കാലവും കഴിഞ്ഞു പോകും, ഇതിനൊരവസാനമുണ്ട് എന്ന് നൽകുന്ന ഒരു വ്യക്തമായൊരു പ്രത്യാശ നൽകുന്നൊരു ടെക്സ്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട വിവിധ ലേഖനങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, ശുശ്രൂഷകൻ എങ്ങനെ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തർക്ക് കരുതൽ കൊടുക്കണം, ജനം എങ്ങനെയായിരിക്കണം, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രശ്നങ്ങളിൽ കോവിഡ് അനന്തര കാലഘട്ടത്തിലും വരാൻ സാധ്യതയുള്ളത് വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെയൊക്കെ എങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ട് ആ മാനസിക, ശാരീരിക, ആത്മീയ സംഘർഷങ്ങളിൽ ഏത് തരത്തിലുള്ള കരുതൽ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നതാണ് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ധാരാളം പേർ ഇത് വാങ്ങിക്കുകയും വായിക്കുകയും ചെയ്ത ഒരു ടെക്സ്റ്റാണ്. ഇത് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ്, സെമിനാരിയിൽ അവൈലബിൾ ആയ ഒരു ടെക്സ്റ്റ് കൂടെയാണ്. പിന്നെ മറ്റൊരു പുസ്തകമാണ് ലവ് ടു ലവ്, മാരിറ്റൽ ക്വാളിറ്റി ഓഫ് ചൈൽഡ്ലെസ് കപ്പിൾസ്. ഇത് ഇംഗ്ലീഷ് ടെക്സ്റ്റാണ്. ഈ പുസ്തകം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായൊരു പഠനം നടത്തുന്ന പുസ്തകമാണ്. 12 ദമ്പതികളെ കണ്ട് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് റിസർച്ച് ടെക്സ്റ്റാണ്. ഇത് ഇംഗ്ലീഷിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ആർക്കും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. 12 പേരുടെ ലൈഫ് ഇവൻറ്റ്സ്, അവർ കടന്നുപോയ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഒരു കേസ് സ്റ്റഡി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുകയും അതിനെ ഒന്ന് അനാലിസ് ചെയ്തതിന് ശേഷം തുടർന്ന് അവർക്ക് അത് നൽകാൻ പറ്റുന്ന പാസ്റ്ററൽ കെയർ ആൻഡ് കൗൺസിലിങ്ങിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതുന്നതിന് പിന്നിൽ എന്നെ സ്പർശിച്ച ഒരു സംഭവമുണ്ട്. ഞാൻ ഒരു പള്ളിയിൽ ശുശ്രൂഷകനായിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ അടുക്കിലേക്ക് അന്നത്തെ യൂത്ത് സെക്രട്ടറി ആയിരിക്കുന്ന ഒരു പെൺകുട്ടി കടന്നു വന്നു. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 7 വർഷം കഴിഞ്ഞു, കുഞ്ഞുങ്ങളില്ല. വളരെ സങ്കടത്തോടുകൂടെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം, അച്ഛൻ ഞാൻ ഈ തിരുവനന്തപുരം പട്ടണത്തിലുള്ള മിക്കവാറും എല്ലാ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിലും പോയി ഓരോ പ്രാവശ്യവും കടന്നു ചെല്ലും, വിവിധങ്ങളായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യും. അവർ പറയുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെയ്യും. ഏറ്റവും അവസാനം അവർ പറയും 99.9% നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്ന് പറയും. ഇത് കേട്ട് കഴിയുമ്പോഴേ, കാരണം വൈദ്യശാസ്ത്രം പറഞ്ഞു നോ എന്ന് പറഞ്ഞതാണ്, നോ എന്ന് ഇനി വൈദ്യശാസ്ത്രത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞ വിഷമം ഇങ്ങനെയാണ്, ഇത് കേട്ട് കഴിയുമ്പോഴേക്കും പിന്നെ അവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബസ് ലോങ് ദൂരെയാണ് ഇവരുടെ, അകലത്തിലാണ് ഇവരുടെ വീട്. അതുകൊണ്ട് തന്നെ ഇവർ പിന്നെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അവിടെ കരഞ്ഞ് നടക്കാൻ തുടങ്ങി. പുറകേന്ന് ഹസ്ബൻഡും വരും. ഇങ്ങനെ നടന്ന് എവിടെയും എടുത്ത് പോയിരിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലെത്തുകയാണ് ചെയ്യുന്നത്. ആ സങ്കടം. എന്നിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഒരു പാല് കാച്ചിന് പോകാൻ പറ്റില്ല, ഈ ഞങ്ങളുടെ ഇവിടെയൊക്കെ തന്നെ കുഞ്ഞുങ്ങളെ ഈ നൂലുകെട്ടെന്ന് പറയുന്ന ആഭരണ മണിക്കൽ എന്ന് പറഞ്ഞ ശുശ്രൂഷ ചെയ്യാറുണ്ട്. പ്രസവിച്ച് കഴിഞ്ഞ ശേഷമുള്ള ചില ശുശ്രൂഷ ചടങ്ങുകളുണ്ട്, അതിന് പോകാൻ പറ്റില്ല. ആൾക്കാർ കുഞ്ഞുങ്ങളെ കൊടുക്കില്ല. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എതിരെ ഈ കുട്ടിയാണ് വരുന്നതെങ്കിൽ ഇവൾ കുഞ്ഞുങ്ങളില്ലാത്തതല്ലേ, അപ്പോൾ പിന്നെ ഏത് രീതിയിൽ കണക്കാക്കാം. അങ്ങനെയൊക്കെയുള്ള ധാരാളം ഈ സാമൂഹികമായുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വീട്ടിൽ വരുമ്പോഴേക്കും ഒരു കുഞ്ഞില്ലായ്മയുടെ ഭാര്യയും ഭർത്താവും 7 വർഷമായി, അതിൻ്റെ കുറേ മാനസിക സംഘർഷങ്ങൾ. ഇങ്ങനെ വളരെ വിഷമത്തിലുള്ള ഒരു ജീവിതത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ പഠനങ്ങളെല്ലാം നടത്തുവാനും അതുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു അനുഭവങ്ങളെക്കുറിച്ചുള്ളൊരു കംപ്ലീറ്റ് ഇവാലുവേഷനാണ് അത് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ അന്ന് എനിക്കൊരു പുരോഹിതൻ എന്ന നിലയിലേക്ക് അവരോട് എനിക്ക് സംസാരിക്കാൻ പറ്റി. അവരുടെ അച്ഛനെന്ന ലെവലിൽ അവർക്കൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റും. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് എൻ്റെ കർത്താവ് പരാജയപ്പെട്ടില്ല എന്ന് പറയാനുള്ള അവസരമുണ്ട്. ഈ പുസ്തകമൊക്കെ പബ്ലിഷ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ് ദൈവത്തിൻ്റെ വലിയ കാരുണ്യം കൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റുമില്ലാതെ അവർക്കൊരു മകന് ലഭ്യമായി തീരുവാൻ ദൈവം അവസരമുണ്ടാക്കി എന്നതാണ് സന്തോഷകരമായ കാര്യം. പുസ്തകം അവരും ഇതിനകത്തുള്ളൊരു കേസായിട്ട് വന്നു. കാരണം ആ സമയത്ത് അവർ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരായിരുന്നു. പ്രധാനമായിട്ടും അവരിൽ നിന്ന് പഠിക്കുവാനും അവരിൽ നിന്ന് കേസായിട്ട് എടുത്തത് ഇങ്ങനെയാണ്, ഇൻട്രാപേഴ്സണൽ വിത്തിനാണ് ഞാൻ എങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലായ്മ എങ്ങനെയൊക്കെ എന്നെ ബാധിക്കുന്നു, ഇൻട്രാപേഴ്സണൽ. പിന്നെ ഇൻ്റർപേഴ്സണൽ മാരിറ്റൽ ക്വാളിറ്റി ആണല്ലോ, കുടുംബജീവിതത്തിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, 2 പേര് തമ്മിലുള്ള, ഇല്ല ഹസ്ബൻഡ് വൈഫും ഈ പെൺകുട്ടിയും മറ്റുള്ളവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ് നടത്തുന്നത്, ഇൻ്റർപേഴ്സണൽ. മൂന്നാമത് ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പാണ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സമൂഹം എന്നെ എങ്ങനെ കാണുന്നു, എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഒരു കുഞ്ഞുങ്ങളില്ലാത്ത ഒരു സ്ത്രീയോട് ഒരു കുടുംബത്തോടുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്, എന്തോ കുഴപ്പമാണ് എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിക്റ്റിമായി തീരുന്നത് സ്ത്രീകളാണ്. അതാണ് ഇതിനകത്ത് വിഷമകരമായ കാര്യം. ഈ പഠനത്തോടെ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും അധികം വിക്റ്റിമൈസ് ചെയ്യപ്പെടുന്നത് സ്ത്രീയാണ്. പുരുഷൻ്റെ പലവിധമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തതിന് കാരണം പുരുഷനാണ്, അദ്ദേഹത്തിൻ്റെ വൈദ്യശാസ്ത്രം പറയുന്ന പല കാരണങ്ങൾ. പക്ഷേ വിക്റ്റിമൈസ് ചെയ്യപ്പെടുന്നത് സ്ത്രീയാണ്. അയ്യോ ഇവളുടെ കുഴപ്പം കൊണ്ടാണ് അവൾക്ക് കുഞ്ഞില്ലാത്തതെന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രം പറയുന്നു നിങ്ങൾ പുരുഷനും പെർഫെക്റ്റ്ലി ഓക്കെ, സ്ത്രീയും പെർഫെക്റ്റ്ലി ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. വൈദ്യശാസ്ത്രത്തിലെ ഇന്നുവരെയുള്ള കണ്ടുപിടുത്തങ്ങളിൽ എല്ലാ കണ്ടുപിടുത്തങ്ങളിലെ ടെസ്റ്റുകൾ ചെയ്താലും ഇവർ പെർഫെക്റ്റ്ലി ഓക്കെയാണ്, ഫിസിക്കലി ഓക്കെയാണ്, പക്ഷേ കുഞ്ഞുങ്ങളില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ പലവിധമായ പ്രശ്നങ്ങളോടെ കടന്നു പോകുക സാമൂഹ്യമായി അഭിമുഖീകരിക്കുന്നത് പ്രശ്നങ്ങൾ, സമൂഹത്തിൽ പുറത്തിറങ്ങാൻ പറ്റില്ല, ഇവരെ മറ്റുള്ളവർ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആ ഒരു വിഷമങ്ങളാണുള്ളത്. ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ളത് ഈ കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട് കൊടുക്കില്ല എന്നതാണ്. കുഞ്ഞുങ്ങളെ എടുക്കാൻ കൊടുക്കില്ല. ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ മൂത്ത മകനെയും കൊണ്ട് ഞങ്ങൾ
ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് കുഞ്ഞായി ഒരു 6 മാസം 1 വയസ്സൊക്കെ ഉള്ള അങ്ങനെ ഒരിക്കൽ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. അവളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെൻറ്റിന് വന്ന ഒരു സ്ത്രീ തൊട്ടടുത്തിരിക്കുകയാണ്. കൊച്ചിനെ ഒന്ന് എടുത്തോട്ടോ എന്ന് ചോദിച്ചു. അവൾ സന്തോഷത്തോടെ കൊടുത്തു എന്നാണ് പറഞ്ഞത്. കുറേ നേരം അവർ വച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു തന്നു. ഇങ്ങനെ പലർക്കും കുഞ്ഞുങ്ങൾ കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേദനകൾ അനുഭവിക്കുന്നത് കൊണ്ടോ ഒക്കെ ഉള്ള ആ ഒരു വേദനയുടെ അനുഭവങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പുസ്തകം എന്തുകൊണ്ട് അത്തരത്തിലുള്ളവർക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അവർ എങ്ങനെ ഈ സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കണമെന്നും ഇത്തരത്തിലുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുമ്പോൾ ഏത് രീതിയിലുള്ള കെയർ കൊടുക്കണമെന്നും അതോടൊപ്പം തന്നെ ഇവരെ എങ്ങനെ കൗൺസിൽ ചെയ്ത് എക്വിപ്പ് ചെയ്ത് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കത്തക്ക രീതിയിൽ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തിക്കൊണ്ട് ഒരു ഗുണമേന്മയുള്ള കുടുംബജീവിതം, വ്യക്തിജീവിതം നയിക്കാമെന്നതിനെക്കുറിച്ചുള്ള വിശദമായ പഠനമാണ് ഈ പുസ്തകം നൽകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു പുസ്തകമാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബുക്ക് റിലീസ് ഫംഗ്ഷൻ സെമിനാരിയുടെ ചാപ്പലിൽ വെച്ചാണ് നടക്കുന്നത്. അതൊരു സന്തോഷകരമായ കാര്യമാണ്. ഈ ചാപ്പൽ എന്ന് പറയുന്നത് ബ്ലസ്സഡ് ആയുള്ള പ്ലേസാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം, തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ തന്നെ തെക്കൻ തിരുവിതാംകൂർ ഈ ഭാഗത്ത് സുവിശേഷം എത്തുന്നതിന് ഒരു മെയിനായുള്ളൊരു സെൻറ്ററായിരുന്ന സ്ഥലമാണ്. മറ്റൊരു പ്രത്യേകത, എൻ്റെ പപ്പ 2020 മരിക്കുന്നുണ്ട്. അതിനു മുമ്പ് എനിക്ക് പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ പപ്പ ഈ പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് കോപ്പി റിസീവ് ചെയ്യുന്നത് പപ്പയാണ്. അത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകാനും അവരെ കൊണ്ട് ഇരുത്താനും അവർക്ക് ഇതിൻ്റെ ഒരു കോപ്പിയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ആ ഒരു മെമ്മറിയാണ്, ഫസ്റ്റ് പബ്ലിക്കേഷൻ്റെ മെമ്മറിയാണ് എപ്പോഴും ഒരു വലിയ മെമ്മറിയായിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പബ്ലിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനും ആദ്യം നൽകുന്ന ഒരു സന്തോഷവും ഭയങ്കരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷനിൽ എൻ്റെ ഒരു ഫാദറിൻ്റെ ഒരു പ്രസൻസ്, അദ്ദേഹം അത് റിസീവ് ചെയ്തത്, ആ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കുണ്ടാകുന്ന ഒരു സന്തോഷവും ആനന്ദവും വളരെ വലുതാണ്. അതിനകത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടെ ഉണ്ട്. എൻ്റെ 3ാമത്തെ പുസ്തകം ഇത് സ്ട്രെസ് ടോളറൻസ്, കോഡിപ്പെൻഡൻസി, സെൽഫ് എസ്റ്റീം, പാസ്റ്റർ ഏലിയ റീവിസിറ്റഡ്. ഈ പുസ്തകം മദ്യപന്മാരുടെ ഭാര്യമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ളൊരു പഠനമാണ്. അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെയൊക്കെ പരിഹാരം കണ്ടെത്താം എന്നതാണ് ഈ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം. ഈ പുസ്തകത്തിലൂടെ കോഡിപ്പെൻഡൻസിയെക്കുറിച്ച് പറയുന്നുണ്ട്, സഹാശ്രയത്വം. മദ്യപാനികളുടെ ഭാര്യമാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്യപിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ മദ്യപൻ്റെ ഭാര്യ മദ്യപിക്കാതെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഈ മദ്യപിച്ചുകൊണ്ട് ഈ മനുഷ്യൻ വരുന്നത് കാണുമ്പോൾ ഈ സ്ത്രീയുടെ കൺട്രോൾ പോകും. സഹാശ്രയത്വമാണ്. പിന്നെ അവിടെ ഉണ്ടാകുന്ന പലവിധമായ കാര്യം അതെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതാണ് പറയുന്നത്. പിന്നെ സ്ട്രെസ് ടോളറൻസ്, സ്ട്രെസ് ഭയങ്കരമായിട്ടുണ്ടാകും, ഭയങ്കരമായ സമ്മർദ്ദമുണ്ടാകും. കാരണം വളരെ പ്രതീക്ഷയോടുകൂടെയാണ് കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ചിലരൊക്കെ പറഞ്ഞുള്ള ഇങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിനകത്ത് അപ്പനോ അമ്മയോ സഹോദരങ്ങൾക്കോ ഇല്ലാത്ത ശീലം. ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ഒരിക്കലും ഇങ്ങനെയുള്ള ചിന്തയോടോ ആഗ്രഹത്തോടുകൂടെ അല്ല. സന്തോഷപൂർണമായ, സമാധാനപൂർണമായ, സ്നേഹത്തോടുകൂടെയുള്ള ഒരു സ്വർഗതുല്യമായൊരു കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചാണ് കുടുംബജീവിതത്തിലേക്ക് വന്നത്. പക്ഷേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തൻ്റെ പങ്കാളി മദ്യപാനിയാണെന്നും ആ മദ്യപാനശീലം അദ്ദേഹത്തെ ഭയങ്കരമായി ബാധിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം അതിന് അഡിക്റ്റാണെന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. തുടർന്ന് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മാനസികമായി അനുഭവിക്കുന്ന, ശാരീരികമായി അനുഭവിക്കുന്ന, സാമൂഹികമായി അനുഭവിക്കുന്ന, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അർത്ഥം കണ്ടെത്താൻ പറ്റാതെ അവർ അഭിമുഖീകരിക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മറ്റൊന്ന് ആത്മാഭിമാന പ്രശ്നമാണ്. പബ്ലിക്കിൽ ഒരിടത്തും പോകാൻ പറ്റില്ല. ഭാര്യയ്ക്കും ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് പോകാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഇദ്ദേഹം മദ്യപിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആടി വരുന്നത് കൊണ്ട് അദ്ദേഹം അവിടെ പോയിട്ട് വഴക്കുണ്ടാക്കുമോ എന്നുള്ള സംശയം. ബന്ധുക്കളുടെ ഇടയിലേക്ക് പോകുമ്പോൾ തന്നെ നീ ഒറ്റയ്ക്ക് വന്നാൽ മതി എന്ന് വിളിക്കുന്നത്, അവനെയും കൊണ്ട് വരണ്ട എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവർ അഭിമുഖീകരിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുകൂടെ വിശദമായിട്ടൊന്ന് പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്പിരിച്വാലിറ്റി, ആത്മീയതയുടെ റോൾ എന്താണ്? മദ്യപന്മാരുടെ ഭാര്യമാർ അഭിമുഖീകരിക്കുന്ന ആത്മീയതയുടെ റോള്. മദ്യപാനം എന്ന് പറയുന്നത് ഒരു കുടുംബ രോഗമാണ്, കുടുംബത്തെയാണ് ബാധിക്കുന്നത്. അത് മദ്യപാനം വിചാരിക്കും ഞാനല്ലേ മദ്യപിക്കുന്ന, പിന്നെ എന്നെയല്ലേ ബാധിക്കുള്ളൂ. ഇല്ല, ആ വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ,
അദ്ദേഹത്തിൻ്റെ മക്കളെ പിൻതലമുറയിൽ ബാധിക്കും. ഇതൊരു പാരമ്പര്യ രോഗം കൂടെയാണ്, ജീൻ ട്രാൻസ്മിഷൻ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 1-2 തലമുറയിൽ ആബ്സെൻ്റ് ആയാലും അടുത്ത തലമുറയിൽ ഇത് പെട്ടെന്ന് വരാം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സിപ്പ് തന്നെ അഡിക്ഷനിലേക്ക് നയിക്കാം. അതുകൊണ്ട് പൊതുവെ പറയുന്നത് ഒരു കാരണവശാലും ഫസ്റ്റ് സിപ്പ് പാടില്ല എന്നതാണ്. ഒരു കാരണവശാലും മദ്യത്തിൻ്റെ പിന്നാലെ പോകരുത്. അത് നമ്മുടെ കുടുംബങ്ങളെ തകർക്കും, കുടുംബജീവിതങ്ങളെ തകർക്കും. ഇത്തരത്തിലുള്ളവർക്ക് ധാരാളം ഈ ആൽക്കഹോളിക് അനോണിമസ് മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്. അതിൽ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഈ മദ്യപന്മാരുടെ കൂട്ടായ്മയുണ്ട്. അവരതിലൂടെ എങ്ങനെ അതിജീവിച്ചുവെന്നും എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അനോൺ മീറ്റിംഗ് ഉണ്ട്, മദ്യപന്മാരുടെ ഭാര്യമാരുടെ മീറ്റിംഗ്, അവരെങ്ങനെയൊക്കെ ഇടപെടണമെന്നുള്ളത്. അറ്റീൻ മീറ്റിംഗ് ഉണ്ട്, അവരുടെ മക്കളുടെ ഒരു കൂട്ടായ്മ. ഈ കൂട്ടായ്മകളിലൂടെയൊക്കെയാണ് സെൽഫ് ഒന്ന് എക്വിപ്പ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പഠനം ഒരു റിസർച്ച് സ്റ്റഡിയാണ്. അതുകൊണ്ട് തന്നെ ഈ പഠനത്തിലൂടെ മദ്യപന്മാരുടെ ഭാര്യമാർക്ക് ഒരു എങ്ങനെയൊക്കെ ഈ സഹാശ്രയത്തിൽ നിന്ന് പുറത്ത് കടന്നു വരാമെന്നും സ്ട്രെസ് ടോളറൻസ്, സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്നും ആത്മാഭിമാനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും ആത്മീയതയിൽ ഇവർക്ക് എങ്ങനെ നിലനിൽക്കാമെന്നും അങ്ങനെ അവരുടെ കുടുംബജീവിതത്തെ, വ്യക്തിജീവിതത്തെ, സാമൂഹിക ജീവിതത്തെ, തൻ്റെ ഭർത്താവിനെ അല്ലെങ്കിൽ ഈ അഡിക്ഷനായിരിക്കുന്ന വ്യക്തിയെ എങ്ങനെ റിക്കവറിയിലേക്ക് കൊണ്ടുവന്ന് ഒരു ഗുണമേന്മയുള്ള ജീവിതം നയിക്കാമെന്നും വിശദമായി ഈ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നിശ്ചയമായും ഇത് വളരെ സന്തോഷകരമായി എനിക്കത് അനുഭവിക്കാൻ സാധിച്ചൊരു ടെക്സ്റ്റാണ്, ഒരു പഠന മേഖലയാണ്. നിങ്ങൾക്കും അത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നാലാമത്തെ ടെക്സ്റ്റാണ് കൗൺസിലിംഗ് ഇൻ കോണ്ടെക്സ്റ്റ്, പാസ്റ്ററൽ കെയർ ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്. ഇത് ഒരു എഡിറ്റഡ് ടെക്സ്റ്റാണ്. 10ഓളം ലേഖനങ്ങൾ കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. കോണ്ടെക്സ്റ്റുവലായ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് പാസ്റ്ററൽ കെയർ ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധിയാണ്. കോവിഡ് ഒരു ക്രൈസിസ് ആണ്. മനുഷ്യ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളുണ്ടാകും. ഈ പ്രതിസന്ധിയെ എങ്ങനെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും? 2 തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ട്. ഒന്ന് ഡെവലപ്മെൻ്റൽ ക്രൈസിസ്, 2 ആക്സിഡൻ്റൽ ക്രൈസിസ്. ഡെവലപ്മെൻ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഓരോരോ പ്രതിസന്ധികളാണ്. ടീനേജിലേക്ക് പ്രവേശിക്കുന്നത്, മെച്യൂരിറ്റിയിലേക്ക് പ്രവേശിക്കുന്നത്, ടീനേജിൽ തന്നെ ലൈഫ് ഗോൾ ഫിക്സ് ചെയ്യാൻ പറ്റാത്തത്, സ്കൂളിൽ നിന്ന് കോളേജിലേക്കുള്ള യാത്ര, കോളേജിൽ നിന്ന് പുതിയൊരു സ്ഥലത്തേക്കുള്ള യാത്ര, വിവാഹം, ഇങ്ങനെ എല്ലാം ലൈഫിലെ ഓരോ സ്റ്റേജസും ഓരോ ക്രൈസിസാണ്. ഇത് 2 രീതിയിൽ നമുക്കിത് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ആക്കാം. മറ്റൊന്ന്, ഇത് നമുക്കൊരു പ്രശ്നമാക്കി തരുന്നത് തന്നെ അതിലങ്ങ് സ്വയം അവസാനിക്കുന്ന തലത്തിലേക്ക് എത്തപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പാസ്റ്ററൽ കെയറിൽ, ഇടയ പരിപാലന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകും. ഒരുപക്ഷെ ഒരു പാസ്റ്ററൽ കെയർ ഗിവർ എന്ന നിലയിൽ എനിക്ക് വലിയ പ്രശ്നമെന്ന് തോന്നാത്ത സിമ്പിളായുള്ള കാര്യമായിരിക്കും. പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ചത് വലിയൊരു പ്രശ്നമായിരിക്കും. അതുകൊണ്ട് അവിടെ എങ്ങനെ നമുക്കൊരു കെയർ കൊടുക്കാം, കറക്റ്റായ ഒരു ഇൻ്റർവെൻഷനിലൂടെ അവരെങ്ങനെ അവരുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഈ പുസ്തകത്തിലൂടെ അഭിമുഖീകരിക്കുന്നത്. ഇന്ത്യക്കകത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ആൾക്കാർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. കാരണം ഇതിനകത്ത് വിവിധ സംസ്ഥാനങ്ങളിലുള്ള എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സ്റ്റുഡൻസും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിനകത്ത് കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, വൈവാഹിക ജീവിതത്തിനകത്തും അതോടൊപ്പം അതിനപ്പുറത്ത് ഇൻഡിവിജ്വലായിട്ടുണ്ടാകുന്ന ഗ്രോയിങ് സ്റ്റേജിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ഇൻറ്റിമസിയുടെ പ്രോബ്ലം, ഇങ്ങനെ വിവിധ പ്രോബ്ലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആക്സിഡൻ്റൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ഒരു ക്രൈസിസാണ്. 2ാമത്തെ ക്രൈസിസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ഒരു ഡെത്ത് ആകാം, ഇല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആകാം, പെട്ടെന്ന് നമ്മൾ അറിയുകയാണ് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജാണ്. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഏത് രീതിയിലുള്ള ഒരു കരുതലാണ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ആ കരുതലിലൂടെ ലൈഫിനൊരു മീനിങ് കണ്ടെത്തണമല്ലോ. ലൈഫിനൊരു അർത്ഥമുണ്ട്, ലൈഫിനൊരു പർപ്പസുണ്ട്. അപ്പോൾ മീനിങ്ങും പർപ്പസും കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് നിശ്ചയമായും ഈ പുസ്തകം സഹായിക്കും. ഇത് ആർക്കൊക്കെ പ്രയോജനപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പാസ്റ്ററൽ കെയർ ഗിവേഴ്സിനാണ്, ആരൊക്കെ ഈ മേഖലയിൽ ഇടയ പരിപാലന ശുശ്രൂഷ അർപ്പിക്കുന്നു അവർക്ക്. 2, കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണ്. ഈ പുസ്തകത്തിലുള്ള ആർട്ടിക്കിൾസ് ഓരോന്നും പഠിച്ചു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഓരോ വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ, ശാരീരികമായ, മാനസികമായ, ആത്മീകമായ പ്രശ്നങ്ങളെക്കുറിച്ച് കാണാൻ സാധിക്കും. ഇതിനുള്ള വിവിധ ധാരാളം തെറാപ്പീസ് ഉണ്ട്. നമുക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതും നമ്മുടെ കാലികമായ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക്, നമ്മുടെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ധാരാളം സൗഖ്യദായക സംവിധാനങ്ങളുണ്ട്. അതെങ്ങനെയൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാം,
ഒരു തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അപ്ലൈ ചെയ്യണമെന്നില്ല. ഏതൊക്കെയാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതെങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ഗുണമേന്മയുള്ളവരാക്കി നമുക്ക് എടുത്തുകൊണ്ടുവരാം, ആ പ്രശ്നങ്ങളൊന്ന് പുറത്ത് കടക്കാനായിട്ട്, അതുമായി പൊരുത്തപ്പെട്ട് പോകാനായിട്ട് അവരെ എങ്ങനെ സഹായിക്കാമെന്നതാണ് ഈ പുസ്തകം പഠിപ്പിക്കുക. അതുകൊണ്ട് കൗൺസിലേഴ്സിന് വളരെയധികം പ്രയോജനപ്പെടും. മറ്റൊന്ന് സോഷ്യൽ വർക്കേഴ്സാണ്. സാമൂഹ്യ മേഖലകളിൽ MSW കഴിഞ്ഞിട്ടും മറ്റുമൊക്കെ തന്നെ ധാരാളം ആശാ വർക്കേഴ്സും സോഷ്യൽ വർക്കേഴ്സും ഗവൺമെൻറ് ഏജൻസീസും ഒക്കെ ധാരാളം പേര് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിത് പ്രയോജനപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിലെ പറഞ്ഞിരിക്കുന്ന കേസുകൾ വായിച്ച് മനസ്സിലാക്കി നമ്മളൊന്ന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ പലവിധ പ്രശ്നങ്ങളിലായിരിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ അയ്യോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാന്ന് പറയാനല്ല, ധൈര്യമായിട്ട് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. എല്ലാവരുടെയും മുമ്പിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ ഓപ്പൺ ആക്കാറില്ല. എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്നില്ല. നിങ്ങളുടെ അടുത്ത് ഒരാൾ ഓപ്പൺ ആകുന്നത് മറ്റൊരാളുടെ അടുത്തോ എൻ്റെ അടുത്ത് ഓപ്പൺ ആകണമെന്നില്ല. അപ്പം നിങ്ങൾ സെൽഫ് എക്യുപ്പായി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഇതിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ അപ്പോൾ ആ ടൈംലി ഇൻ്റർവെൻഷനിൽ ഇടപെടാനും ഇൻ്റർവെൻഷൻ ചെയ്ത് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ജീവിതങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ചിലപ്പോൾ ഒരു ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാം, ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാം, അർത്ഥം കണ്ടെത്താത്ത ജീവിതത്തിൽ നിന്ന് അർത്ഥം കണ്ടെത്തുന്ന അനുഭവത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും, ചില മാരിറ്റൽ ബ്രേക്കപ്പുകളെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, ചില തെറ്റായ സൗഹൃദങ്ങളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് സാധിക്കും, അഡിക്ഷനിൽ നിന്ന് നമുക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ ചുറ്റുവട്ടത്തുള്ളവരെ സഹായിക്കത്തക്ക രീതിയിൽ പ്രയോജനകരമാകുന്ന രീതിയിലാണ് ഈ ടെക്സ്റ്റ് എഴുതിയിട്ടുള്ളതും ഇതിനകത്തുള്ള ഓരോ ആർട്ടിക്കിൾസും വിശദമായിട്ട് പറയുന്നത്. ഇത് വായിച്ച് പഠിക്കുന്ന വ്യക്തി സ്വയം പ്രയോജനപ്പെടുകയും മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുന്ന അനുഭവത്തിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു മീനിങ് ഉണ്ടായിത്തീരും. കുറച്ചുകൂടെ വിശാലമായ രീതിയിൽ പ്രയോജനമുള്ള വ്യക്തിത്വമായി തീരുവാൻ ഈ ടെക്സ്റ്റ് സഹായിക്കും. എൻ്റെ 5ാമത്തെ പുസ്തകമാണ് ഇത്. ഇപ്പോൾ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. എംബോഡീഡ് കൗൺസിലിംഗ്, പാസ്റ്ററൽ റിഫ്ലക്ഷൻസ് ഓൺ കോണ്ടെക്സ്റ്റൽ ഇഷ്യൂസ്. നമ്മുടെ ചുറ്റുവട്ടത്ത് അനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ച് ഉള്ള പഠനവും അതിന് എംബോഡീഡ് കൗൺസിലിംഗ് ആണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് നമുക്ക് എങ്ങനെ ഇവരെ കൗൺസിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് ഈ പുസ്തകത്തിലൂടെ പരാമർശിക്കുന്നത്. ഈ പുസ്തകത്തിനകത്തും നമ്മൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയാണ് വിശദമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ അഭിമുഖീകരിക്കുന്ന നമ്മുടെ സമൂഹം അനുഭവീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ ഒരു ഡൈവേഴ്സിറ്റിയുടെ ഒരു രാജ്യമാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയും. വൈവിധ്യങ്ങൾ ധാരാളമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. കേരളത്തിൽ നിന്ന് നോക്കിയാൽ തിരുവനന്തപുരത്തുള്ള കൾച്ചർ അല്ല കൊല്ലം അല്ലെങ്കിൽ കോട്ടയം, ഇങ്ങനെ ഓരോ സ്ഥലം, കാസർഗോഡ് വരെ പോകുമ്പോൾ ഓരോ സ്ഥലത്തും ഫുഡ് ഹാബിറ്റ്സ്, ലൈഫ് സ്റ്റൈല്, ഭൂപ്രകൃതിയിൽ ഇങ്ങനെ വ്യത്യാസമുള്ളതുപോലെ ഇന്ത്യക്കകത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ വ്യക്തികൾ, റിസർച്ച് സ്കോളേഴ്സ് എഴുതിയിട്ടുള്ളൊരു ആർട്ടിക്കിളുകളുടെ കളക്ഷനാണ്. ധാരാളം ആർട്ടിക്കിൾസ് ഇതിനകത്തുണ്ട്. വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിലൂടെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ഇതിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും എന്നതാണ് ഇതിനകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊരു പാസ്റ്ററൽ റിഫ്ലക്ഷനാണ്. ഒരു പുരോഹിതന് എങ്ങനെ ഇത്തരക്കാരെ സഹായിക്കാനായിട്ട് സാധിക്കും. പുരോഹിതൻ എന്ന് പറയുന്നത് ഒരു ലോക്കൽ തിയോളജിയനാണ്. എല്ലാ ജനങ്ങളുടെ അടുക്കിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന ഒരു ശുശ്രൂഷയുടെ ഉടമസ്ഥനാണ്. ഇവരെ വീടുകൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കും. അദ്ദേഹം പറയുന്ന ഓരോ വാക്കിനും വിലയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകത്തിൽ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും ശാരീരികമായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു, മാനസികമായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു, സാമൂഹികമായ വിവിധങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, വിവിധ തരത്തിലുള്ള അബ്യൂസുകൾ, സെക്ഷൽ അബ്യൂസും മറ്റുമൊക്കെ അഭിമുഖീകരിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവരെ എങ്ങനെയൊക്കെ നമുക്ക് എക്വിപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വിക്ടിംസിനെ എങ്ങനെയൊക്കെ അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് കൗൺസിലിങ്ങിലൂടെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുവാനും ഇനി ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകാതെ എങ്ങനെ സ്വയം കരുതി മുന്നോട്ട് പോകാം എന്നൊക്കെയുള്ള ഒരു ബോധ്യം നൽകുകയാണ് ഈ ടെക്സ്റ്റിലൂടെ ചെയ്യുന്നത്. ടെക്സ്റ്റ് പഠിക്കുന്നതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൗൺസിലർമാർക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടും. നമ്മുടെ ചുറ്റുവട്ടത്ത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെ പ്രയോജനകരമായി ഇടപെടാമെന്നതിനെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ സൈക്കോസൊമാറ്റിക് ഡിസോർഡറിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സൈക്കോസൊമാറ്റിക് എന്ന് പറയുമ്പോൾ പല ശാരീരികമായ രോഗങ്ങൾക്കും നമ്മൾ ഡോക്ടറെ കണ്ട് ചികിത്സ നേടാറുണ്ട്. പക്ഷേ കറക്റ്റായിട്ടുള്ള മരുന്നുകൾ നൽകിയാലും അത് മാറാതിരിക്കുന്നതിനുള്ള പിന്നുള്ള കാരണം മാനസികമായ പ്രശ്നങ്ങളാണ്. അപ്പം മനസ്സിൻ്റെ പല പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൻ്റെ സൗഖ്യം മാത്രമല്ല മനസ്സിൻ്റെ സൗഖ്യം കൂടെ ആവശ്യമാണ്. മാനസികമായുള്ള സംഘർഷങ്ങൾ, വേദനകൾ, മുറിവുകൾ, ഇന്നർ ചൈൽഡിൻ്റെ മുറിവുകൾ ഒക്കെ സൗഖ്യമാക്കിയാൽ മാത്രമേ
ഒരു വ്യക്തിക്ക് ഒരു സമ്പൂർണ്ണമായുള്ള ഒരു വിടുതലുണ്ടാകുന്നു. പിന്നെ പാസ്റ്ററൽ റിഫ്ലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോളിസ്റ്റിക് ആയുള്ള ഡെവലപ്മെൻറ്റാണ്. ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരീരമുണ്ട്, ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. സെക്കുലർ ഫീൽഡിൽ ദേഹത്തിനുള്ള കെയർ കൊടുക്കുന്നുണ്ടായിരിക്കും, ദേഹിക്കുള്ള കെയർ കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ സ്പിരിച്വൽ റെലമിലേക്ക് വരുമ്പോൾ ഈ സോളിനുള്ള കെയർ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൂന്നും കൂടെ ഒരുമിച്ചായി വരുമ്പോൾ സമ്പൂർണ്ണമായൊരു വിടുതൽ അനുഭവിക്കാൻ സാധിക്കും. അതാണ് ഈ പുസ്തകം പരാമർശിക്കുന്നത്. നിങ്ങളുടെ ഏത് പ്രശ്നമായാലും, ശാരീരികമായുള്ള പ്രശ്നത്തിനും ഒരു സ്പിരിച്വൽ തലമുണ്ട്, ഒരു സൈക്കോളജിക്കൽ തലമുണ്ട്. അവയെ ഒരുമിച്ച് കണ്ടുകൊണ്ട് ഒരു സൗഖ്യം നൽകത്തക്ക രീതിയിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് വിവിധ തെറാപ്പീസിലൂടെ എങ്ങനെ സൗഖ്യം കണ്ടെത്താമെന്ന ഒരാശയമാണ് ഇതിലൂടെ നൽകുന്നത്. ഈ പുസ്തകവും നിശ്ചയമായും പ്രയോജനകരമാണ്. വായിക്കുവാനും മനസ്സിലാക്കുവാനും പ്രശ്നങ്ങളെ കാലികമായി ഇടപെട്ട് സൗഖ്യത്തിലേക്ക് നയിക്കുവാനും മറ്റുള്ളവർക്ക് ഞാൻ പ്രയോജനമായിത്തീരുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തുവാനും സാധിക്കും. അതിന് ഈ പുസ്തകത്തിലൂടെ ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പബ്ലിക്കേഷൻസ് എല്ലാ കാലത്തും ആവശ്യമായിരിക്കുന്ന ഒന്നാണ്. പുതിയ പുതിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് പുതിയ പഠനങ്ങളും വരുന്നുണ്ട്. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇനിയും പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഈ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഉള്ള പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുക, അതോടൊപ്പം തന്നെ വേദപുസ്തകത്തിൽ നിന്ന് ഒരു ബിബ്ലിക്കൽ അപ്രോച്ചിലൂടെ എങ്ങനെ ഒരു സമ്പൂർണ്ണമായൊരു ഹീലിംഗ് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ വിവിധ പുസ്തകങ്ങൾ ഇനിയും തുടർന്നും പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യണമെന്നും പുതിയ പുതിയ മേഖലകളിൽ ആൾക്കാരിലേക്ക് ആകർഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ആയിരിക്കുന്നത്. പുതിയ പുസ്തകങ്ങൾ ഇനിയും എൻ്റെ 3-4 പ്രോജക്റ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. നിശ്ചയമായും അത് വരും ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ എടുത്തു പറയുന്നു.